ഓണം ഹരേ കൃഷ്ണ. ഭഗവാന്റെ അനുവാദത്തോടു കൂടി, രാധാറാണിയുടെ അനുവാദത്തോടു കൂടി ഞാൻ എൻ്റെ ചെറിയൊരു പ്രഭാഷണം ആരംഭിക്കുകയാണ്. എനിക്കിവിടെ ഈ ഒരു പ്രഭാഷണം ചെയ്യാനായിട്ട് അവസരം തന്ന ക്ഷേത്ര ഉപദേശക കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് കുമാർ ചേട്ടൻ, സെക്രട്ടറി ശ്രീജിത്ത് ചേട്ടൻ, പിന്നെ ക്ഷേത്ര ഉപദേശക കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ ഭഗവാന് നന്ദി പറയുന്നു, രാധാറാണിക്ക് നന്ദി പറയുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഭഗവാനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭഗവത്ഗീതയുടെ ഒരു ചാപ്റ്ററാണ്, ഭഗവത്ഗീതയുടെ 14-ാം അധ്യായമായ ദേവാസുര ഭാവങ്ങളാണ് ഞാനിവിടെ പറയാനായിട്ട് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക്, അതായത് പുരി ജഗന്നാഥ് സ്വാമി ടെമ്പിളിനെ പറ്റിയിട്ട്, അതായത് ക്ഷേത്രത്തെ പറ്റി എല്ലാവരും, അതായത് പുരി ജഗന്നാഥ്ജിയെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പുരി ജഗന്നാഥ്ജി, അവിടുത്തെ വിഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലെ, അതായത് ഒരു ബ്ലാക്ക് കളറിലെ സ്റ്റോണിൽ അതിൽ ഭഗവാന്റെ കണ്ണുകളാണ് നമുക്ക് വളരെ വലിയ കണ്ണുകളും കൂടെ ബലഭദ്ര സ്വാമിയും സുഭദ്രാദേവിയും. അപ്പോൾ ഇങ്ങനെ ഒരു രൂപം വരുന്നതിന് പിന്നിലുള്ള ഒരു കഥയുണ്ട്. അപ്പോൾ ഭഗവാൻ ദ്വാരക ഭരിച്ചിരുന്ന സമയത്ത്, കണ്ണൻ നമുക്കറിയാം ഭഗവാൻ ദ്വാരകയിലെ രാജാവായിരുന്നു. ദ്വാരക ഭരിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം ഭഗവാന്റെ അതായത് പ്രജകളും ഭഗവാന് 8 രാജ്ഞിമാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 8 രാജ്ഞിമാർ എന്ന് പറയുന്നത് അഷ്ടലക്ഷ്മിയാണ്, അതായത് മഹാലക്ഷ്മിയുടെ 8 ഭാവങ്ങൾ. അഷ്ടലക്ഷ്മിയാണ് ഭഗവാന്റെ 8 ഭാര്യമാർ എന്ന് പറയുന്നത്. അപ്പം അവര് ഒരിക്കൽ ചോദിച്ചു, അതായത് അവര് രോഹിണി ദേവിയോട് ചോദിച്ചു, അതായത് ബലഭദ്ര സ്വാമിയുടെ അമ്മയായ രോഹിണി ദേവിയോട് ചോദിച്ചു, ഭഗവാൻ എന്താണ്, അതായത് കൃഷ്ണൻ എന്താണ് വൃന്ദാവനവാസികളോട്, ബ്രജവാസികളോട് എന്താണ് ഭഗവാൻ ഇത്ര സ്നേഹം, ബ്രജവാസികൾക്ക് എന്താണ് ഭഗവാനോട് ഇത്ര ഭക്തി, എന്താണ് ദ്വാരകയിലെ ജനങ്ങളെക്കാട്ടിലും ബ്രജവാസികളോട്, വൃന്ദാവനവാസികളോട് ഭഗവാൻ എന്താണ് ഇത്ര അറ്റാച്ച്മെന്റ്, എന്താണ് ഗോപികമാരോട് ഭഗവാൻ ഇത്ര സ്നേഹം, അവർക്കും തിരിച്ചെന്താണ് സ്നേഹം എന്ന് രോഹിണി ദേവിയോട് ചോദിച്ചു. അപ്പോൾ രോഹിണി ദേവി അവരോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു. അപ്പം അത് പറയുന്നതിന് മുന്നേ രോഹിണി ദേവി സുഭദ്രാദേവിയോട് പറഞ്ഞു, വാതിലിൽ തന്നെ നിൽക്കണം, കാരണം ഭഗവാൻ, അതായത് കൃഷ്ണനും ബലഭദ്ര സ്വാമിയും ഇത് കേൾക്കരുത്, വാതിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിന്, അതായത് രോഹിണി ദേവി വൃന്ദാവനത്തിലെ കാര്യങ്ങൾ പറയാണ്. ഭഗവാന്റെ ലീലകൾ, വൃന്ദാവനത്തിലെ ലീലകൾ ഇങ്ങനെ ഓരോന്നായി പറയുമ്പോൾ, ഓരോന്നായി പറഞ്ഞ് അതിൽ സുഭദ്രാദേവി അതിൽ ലയിച്ചിരുന്നു പോയി. അപ്പോൾ അങ്ങനെ വാതിലിലേക്ക് ഭഗവാനും, അതായത് ബലഭദ്ര സ്വാമിയും ശ്രീകൃഷ്ണനും വാതിലിലേക്ക് നടന്നു വരികയും അവരും ഇത് കേട്ടു തുടങ്ങി. അങ്ങനെ ഭഗവാൻ ഇത് കേട്ടപ്പോൾ, അതായത് ഭഗവാനോടുള്ള അത്രയ്ക്ക് ഭക്തിയുടെ അങ്ങേയറ്റമാണ് വൃന്ദാവനവാസികൾക്ക്, ബ്രജവാസികൾക്ക് ഉള്ളത്. അപ്പോൾ ആ ഭക്തിയും ഭഗവാന്റെ വൃന്ദാവനത്തിലെ കഥകളും കേട്ടപ്പോൾ അതിൽ ലയിച്ച് ആദ്യം ഭഗവാന്റെ ശരീരം മൊത്തം, അതായത് ഒരു ശരീരം മൊത്തം അലിഞ്ഞില്ലാതായി തീർന്ന് തല മാത്രമായി, അതായത് തല വലുതായി വന്നു, ഭഗവാന്റെ കണ്ണ് രണ്ടും വലുതായി വന്നു, ഭഗവാനും ബലഭദ്ര സ്വാമിയും സുഭദ്രാദേവിയുടെ. അപ്പോൾ കണ്ണ് വലുതായി വന്നു. അപ്പോൾ ഭഗവാന്റെ കൈയും കാലും ഇതെല്ലാം ഇങ്ങനെ റിട്രാക്ട് ചെയ്ത്, അതായത് അതെല്ലാം അലിഞ്ഞ് ഇത്ര ഭാഗം മാത്രമായി. ഇപ്പൊ നമുക്ക് അതിലെ ജഗന്നാഥപുരിയിലെ രഥയാത്രയിൽ ഭഗവാനെ നമുക്കറിയാം എങ്ങനെയാണ്, അതായത് കൈ ഇങ്ങനെയുള്ള ഒരു ഭാവത്തിലാണ് ജഗന്നാഥ്ജി. അപ്പോൾ അങ്ങനെ ഇങ്ങനെ അലിഞ്ഞ്, അതായത് ഭഗവാന് വൃന്ദാവനവാസികളോടുള്ള ഭക്തി പറയുമ്പോൾ ആ ഒരു കഥകൾ കേട്ടിട്ട് അലിഞ്ഞ് ഭഗവാന്റെ രൂപം അലിഞ്ഞില്ലാതായി വരുന്ന സമയത്ത് നാരദമുനിക്ക് മനസ്സിലായി, കാരണം കുറച്ചും കൂടി കഥ ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭഗവാന്റെ ഭക്തരുടെ ഭക്തി കേട്ട് ഭഗവാൻ അലിഞ്ഞില്ലാതായി പോകുന്ന പറഞ്ഞപ്പോൾ അവിടെ വെച്ച് നിർത്തി. എന്നിട്ട് നാരദമുനി ഭഗവാനോട് പറഞ്ഞു, ഇങ്ങനെ ഈ രൂപത്തിൽ, അതായത് ഇപ്പോൾ അങ്ങ് ഇങ്ങനെ നിൽക്കുന്ന ഈ രൂപത്തിൽ എവിടെയെങ്കിലും ആളുകൾക്ക്, അതായത് ഭക്തർക്ക് ദർശനം നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ സമ്മതിക്കുകയും അങ്ങനെ പുരിയിലെ സമുദ്രതീരത്ത് ഉണ്ടാവും, അതായത് ഈ രൂപത്തിൽ തന്നെ ദർശനം നൽകുമെന്ന് ഭഗവാൻ പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ജഗന്നാഥ് പുരിയില് ഭഗവാൻ ജഗന്നാഥ്ജി സുഭദ്ര ബലഭദ്ര സ്വാമിയുടെ വിഗ്രഹം അങ്ങനെ ആവാനുള്ള കാരണം. അപ്പോൾ ഇതിൽ നിന്ന് എന്തിനാണ് ഈ കഥ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഭക്തർക്ക്
എത്രയാണോ ഭക്തി ഭഗവാനോട്, അതായത് നമുക്കറിയാം നമ്മൾ ഭഗവാന്റെ കാര്യം പറയുമ്പോൾ നമുക്കും അതായത് ഭക്തിയുടെ അങ്ങേയറ്റം എത്തുമ്പോൾ നമുക്കും ഭഗവാനോട് അങ്ങനെ അത്രയ്ക്കും അറ്റാച്ച്മെന്റ് ആണ്. അതുപോലെ ഭക്തരോടും ഭഗവാൻ അത്രയും അറ്റാച്ച്മെന്റ് ആണ്. ഭക്തിയുടെ കഥകൾ കേട്ടപ്പോഴത്തേക്കിനും ഭഗവാൻ അലിഞ്ഞ് അതിൽ ലയിച്ച്, അപ്പോൾ അത്രയ്ക്കും ഒരു കരുണാസാഗരമാണ് ഭഗവാൻ. അപ്പോൾ അതുപോലെ തന്നെ അതായത് പത്മപുരാണത്തില് ഭഗവാൻ തന്നെ നാരദ മുനിയോട് പറയുന്നുണ്ട്, നാഹം വാസമി വൈകുണ്ഠേ ന യോഗിന ഹൃദയേ ന ച മദ്ഭക്ത യത്ര ഗായന്തി തത്ര തിഷ്ഠമി നാരദ. എന്ന് വെച്ചാൽ നാഹം വാസമി വൈകുണ്ഠേ, ഞാൻ വൈകുണ്ഠത്തിലും വസിക്കുന്നില്ല, ന യോഗിന ഹൃദയേ, ഞാൻ യോഗികളുടെ ഹൃദയത്തിലും വസിക്കുന്നില്ല. പിന്നെ ഞാൻ എവിടെയാണ് വസിക്കുന്നത്? എവിടെയാണോ എൻ്റെ ഭക്തർ എൻ്റെ കഥകൾ അല്ലെങ്കിൽ എന്നെ പറ്റി, അതായത് ഭഗവാനെ പറ്റി സംവദിക്കുന്നത് എവിടെയാണോ, ഭഗവാന്റെ കാര്യം ചർച്ച ചെയ്യുന്നത് എവിടെയാണോ, ഞാൻ അവിടെയാണ് ഉണ്ടാവുക എന്ന് ഭഗവാൻ പത്മപുരാണത്തില് നാരദ മുനിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ബാക്കി സ്ഥലങ്ങളിൽ ഇല്ല എന്നാണോ? അല്ല, ഭഗവാൻ എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഭഗവാൻ എല്ലാത്തിലും ഉണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ഇതെല്ലാം, അതായത് പ്രപഞ്ചത്തിലെ എല്ലാം ഭഗവാനിൽ അലിഞ്ഞു ചേർന്നതാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, ഞാൻ വൈകുണ്ഠത്തിൽ വസിക്കുന്നില്ല എന്ന് വെച്ചാൽ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു പൂവ്, അതായത് മനോഹരമായ നല്ല സുഗന്ധമുള്ള ഒരു പൂവ്, അപ്പൊ ആ പൂവ് ചെടിയിലാണ് അതിന്റെ ഒരു ഒറിജിൻ, അതായത് അത് ഒറിജിനലി നിൽക്കുന്നത് ചെടിയിലാണെങ്കിലും അതിന്റെ ഒരു ഫ്രാഗ്രൻസ്, അതിന്റെ ഒരു സുഗന്ധം എല്ലായിടത്തും പരക്കുന്ന പോലെ ആണ്. അപ്പൊ ഭഗവാൻ അത് നമ്മൾ എവിടെയാണോ, അതായത് നമ്മളിപ്പോ ഇവിടെ ഭഗവാന്റെ കഥ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. അതാണ് ഭഗവാൻ പറയുന്നത്, എവിടെയാണോ എൻ്റെ ഭക്തർ എന്നെ പറ്റി പറയുന്നത് എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും എന്ന് പത്മപുരാണത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ പത്മപുരാണത്തിൽ പറയുന്നതാണ്, എവിടെയാണോ, അതായത് ഏത് സ്ഥലത്താണോ എവിടെയാണോ തുളസി ചെടി സമൃദ്ധമായി വളരുന്നത്, അതായത് നമ്മൾ ഒന്നും നട്ടുവയ്ക്കാതെ, അതായത് നമ്മളൊന്നും നടാതെ തന്നെ സമൃദ്ധമായിട്ട്, നാച്ചുറലി സമൃദ്ധമായിട്ട് എവിടെയാണോ തുളസി ചെടി സമൃദ്ധമായിട്ട് വളരുന്നത്, എവിടെയാണോ താമരപ്പൂവ് സമൃദ്ധമായിട്ട് വളരുന്നത്, എവിടെയാണോ ഭാഗവത കഥ ഡിസ്കസ് ചെയ്യുന്നത്, ഭഗവാന്റെ ഭാഗവത കഥ എവിടെയാണോ ഡിസ്കസ് ചെയ്യുന്നത് അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും എന്ന് പത്മപുരാണത്തിൽ പറയുന്നു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ, അതായത് മനുഷ്യജന്മം എടുത്ത് ഭഗവാൻ വൃന്ദാവനത്തിൽ അവതാരം എടുത്തപ്പോൾ നമുക്കറിയാം, മിക്കവരും കേട്ടിട്ടുണ്ടായിരിക്കും, ഭഗവാന് 16 കലകളുണ്ടായിരുന്നു. അതായത് ശ്രീരാമസ്വാമിയുടെ അവതാരം വന്ന സമയത്ത് ശ്രീരാമസ്വാമിക്ക് 14 കലകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതാരം എടുത്തപ്പോൾ ഭഗവാന് 16 കലകളോട് കൂടിയാണ് ഭഗവാൻ. ഈ 16 കലകൾ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഭഗവാന്റെ സവിശേഷത, ക്വാളിറ്റി, ഈ പറയുന്ന 16 കലകൾ നമ്മൾ ഈശ്വരന്റെ, അതായത് ഗോലോക വൃന്ദാവനത്തിലെ ഭഗവാന്റെ കാര്യമല്ല പറയുന്നത്, മനുഷ്യ ജന്മം എടുത്ത് വൃന്ദാവനത്തില് ശ്രീകൃഷ്ണൻ വന്നപ്പോൾ ഭഗവാൻ ഉണ്ടായിരുന്ന 16 കലകളാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നിരപേക്ഷത, അതായത് ഭഗവാനോട് ഒന്നിനോടും, അതായത് ആരോടും, ശത്രുവായാലും മിത്രമായാലും ഭഗവാന് ആരോടും ഒരു പക്ഷഭേദം ഉണ്ടായിരുന്നില്ല. നിരപേക്ഷത, അതായത് നൃത്തജ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൃത്തത്തിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കഴിവ്. അപ്പം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവാന്റെ അപ്പുറം, അതായത് ഭഗവാനാണ് നൃത്തത്തിലേക്കും ഏറ്റവും വലിയ കഴിവ് ഭഗവാനാണ് ഉണ്ടായിരുന്നത്, അതായത് ശ്രീകൃഷ്ണനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ 16 കലകൾ, അതായത് ഈ ക്വാളിറ്റീസ് എല്ലാം വരുന്നത് ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ നൃത്തം, നിരപേക്ഷത, നിരാസക്തി, നീതി, ന്യായം, അതായത് ഭഗവാൻ എല്ലാ കാര്യങ്ങളിലും നീതി, ന്യായം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നിരപേക്ഷത, നൃത്തത്തിൽ അതായത് നൃത്തത്തിൽ ഏറ്റവും വലുത്, അതായത് അതിന്റെ എക്സ്ട്രീം ഫോമിനപ്പുറം ഒന്നും ഇല്ല. നിരാസക്തി, അതായത് എല്ലാത്തിനോടും, അതായത് ഭഗവാൻ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്, പക്ഷേ എല്ലാത്തിനോടും ഒരു ഡിറ്റാച്ച്മെന്റ്, അതായത് അറ്റാച്ച്മെന്റ് ഉണ്ടാവാതിരിക്കുക. അപ്പോൾ അതാണ് നിരാസക്തി. അതുപോലെ സൗന്ദര്യമായി, അതായത് ഭഗവാൻ, നമുക്കറിയാം ഭഗവാൻ ശ്രീകൃഷ്ണൻ, അതായത് ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോൾ നമ്മൾ ഒരു വ്യക്തി രൂപം കൊടുത്തില്ല എന്നെങ്കിലും നമ്മളിലുപരി ഒരു ശക്തി എന്ന് പറയുന്നതിനാണ് നമ്മൾ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത്. അതിൽ സൗന്ദര്യമായി, സൗന്ദര്യത്തിന്റെ ഏറ്റവും അങ്ങേയറ്റം എക്സ്ട്രീം ഫോം സൗന്ദര്യമായി. അതുപോലെ സർവജ്ഞൻ, ഭഗവാൻ എല്ലാത്തിൻ്റെയും, അതായത് എല്ലാ എല്ലാത്തിൻ്റെയും ഉറവിടം സർവജ്ഞൻ. അതുപോലെ സൗന്ദര്യമതി, സത്യവാദി, ഭഗവാൻ എപ്പോഴും സത്യം മാത്രമേ ഭഗവാൻ പിന്തുടർന്നിട്ടുള്ളൂ. അതുപോലെ സംഗീതജ്ഞ, അതായത് സംഗീതത്തിൽ ഏറ്റവും സംഗീതത്തിന്റെ എക്സ്ട്രീം ഫോം. അതുപോലെ സർവനിയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൺട്രോളർ, എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ
ഇനി വരുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ക്ഷമ. ഭഗവാന് ക്ഷമയുടെ അങ്ങേയറ്റം. ഭഗവാൻ അത്രയ്ക്കും ക്ഷമയായിരുന്നു. നമുക്കറിയാം, മഹാഭാരത യുദ്ധമൊക്കെ വന്നപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഏറ്റവും ഏറെ യുദ്ധം എങ്ങനെയും തടയാനായിട്ട് മാക്സിമം ശ്രമിച്ചത് തന്നെ ഭഗവാനാണ്. അപ്പോൾ ക്ഷമ, അതായത് പരാജയപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ. അതായത് ഭഗവാനെ നമുക്ക്, അതായത് ശ്രീകൃഷ്ണൻ ഭഗവാൻ മനുഷ്യജന്മം എടുത്തു വന്നപ്പോൾ ഭഗവാനെ പരാജയപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ ദയ, ധൈര്യം, ദാനം. അതുപോലെ ഭഗവാന്റെ ദയ എന്ന് പറയുന്നത് ദയയ്ക്കൊരു, അതായത് എക്സ്ട്രീം ഫോം ഉണ്ടെങ്കിൽ ഭഗവാന്റെ ദയ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയായിരിക്കും ഭഗവാന്റെ ദയ മനസ്സിലാവാതെ? നമ്മളെപ്പോഴും ചിന്തിക്കും, അതായത് നമ്മളിപ്പോൾ ഒരു ചില കാര്യങ്ങൾ, അതായത് ആരെങ്കിലും കഷ്ടപ്പെടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, അയ്യോ ഈശ്വരൻ എന്താണ് അവരെ അങ്ങനെ കഷ്ടപ്പെടുന്നത്, അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ഞാൻ അതായത് അത് ഗരുഡ പുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ദയ, ധൈര്യം, ദാനശീലം. ഭഗവാന്റെ ദാനശീലം എന്ന് പറയുന്നത് എക്സ്ട്രീം ഫോമാണ് ഭഗവാന്റെ ദാനശീലം എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ഭഗവാൻ എന്തൊക്കെയാണ്, അതായത് ഇങ്ങനെ അപ്പോൾ 16 കലകളായി. അങ്ങനെ ഈ 16 കലകളാണ്, 16 കലകളോട് കൂടിയാണ് ഭഗവാൻ അവതാരം എടുത്തത്. അപ്പോൾ ഭഗവാന്റെ ഈ അതായത് ദാനം, അതായത് ഭഗവാന്റെ ദാനത്തിനുള്ള ഒരു ഉദാഹരണം പറയും. അതായത് നമുക്കറിയാം, ഭഗവാൻ ദ്വാരക ഭരിച്ചിരുന്ന സമയത്ത് ഇപ്പം അതായത് അധികം അറിയാത്ത, അതായത് വിഡ്ഢികളായിട്ടുള്ള ആളുകൾ പറയും, ഭഗവാനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ആളുകൾ പറയും, കൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിരുന്നു. അത് അങ്ങനെയല്ല, മിക്കവർക്കും അതിൻ്റെ കഥ അറിയായിരിക്കും. അതായത് 16,000 രാജ്ഞിമാരെ അസുരൻ എന്ത് ചെയ്തിരുന്നു? ബന്ദികളാക്കി വെച്ചിരുന്നു. അത് 16,000 രാജ്ഞിമാരായിരുന്നു. അത് പല രാജ്യത്തുള്ള 16,000 രാജ്ഞിമാരെയാണ് നരകാസുരൻ ബന്ദികളായിട്ട് വെച്ചത്. അങ്ങനെ ബന്ദികളായിട്ട് നരകാസുരനെ ഭഗവാൻ വധിച്ച സമയത്ത് ഈ 16,000 രാജ്ഞിമാരെയും ഭഗവാൻ എന്ത് ചെയ്തു? അതായത് അവരെ മോചിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവർക്ക് രാജ്ഞി സ്ഥാനം നൽകി. അവർക്ക് ഓരോ കൊട്ടാരം, അതായത് ഈ 16,000 രാജ്ഞിമാർക്കും ഓരോ കൊട്ടാരം പണിത് അവർക്ക് ആ രാജ്യങ്ങളുടെ സ്ഥാനം, അതായത് രാജ്യങ്ങളുടെ ഭരണം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയും. അപ്പോൾ ഭഗവാൻ അത്രയ്ക്ക് റെസ്പെക്റ്റോടുകൂടി, അത്ര ബഹുമാനത്തോടുകൂടി അവർക്ക് രാജ്ഞി പദം നൽകിക്കൊണ്ട് രാജ്യത്തിന്റെ പദവി കൊടുക്കുകയാണ്. 16,000 കൊട്ടാരങ്ങളാണ് ഭഗവാൻ അവർക്ക് വേണ്ടി പണിതത്. അങ്ങനെ ഒരു സ്ഥാനമാണ് ഭഗവാൻ നൽകിയത്. ഈ 16,000 രാജ്ഞിമാർക്കും രാജ്ഞി എന്നുള്ള ഒരു സ്ഥാനമാണ് നരകാസുരന്റെ ബന്ദികളായിരുന്ന പത്നിമാർക്ക് കൊടുത്തത്. അങ്ങനെ ഈ 16,000 രാജ്യങ്ങളിലേക്ക് ഭഗവാൻ ഒരു ദിവസം, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ 100 വർഷമാണ് ദ്വാരക ഭരിച്ചിരുന്നത്. അദ്ദേഹം ഒരു ദിവസം, അതായത് കണ്ണൻ ഒരു ദിവസം 13,000 പശുക്കളെയാണ് ഒരു രാജ്യത്തിന് ദാനം നൽകിയിരുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിലേക്ക് 13,000 പശുക്കളെ. അപ്പം നമ്മൾ ഓർക്കും, പശുക്കളെ ദാനം ചെയ്യുന്നത് ഇത്ര വലിയ കാര്യമാണോ? അതായത് നമ്മളുടെ കലിയുഗത്തിൽ നമ്മൾക്ക് ദാനത്തിന്, അതായത് നമ്മൾ ചിലപ്പോൾ പണം, സ്വർണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂസ് വേറെ ആയിരിക്കും. പക്ഷേ ആ സമയമാണ് ദ്വാപര യുഗമാണ്. അപ്പോൾ 13,000 പശുക്കളെ ഒരു കൊട്ടാരത്തിലേക്ക്, അങ്ങനെ 16,000 രാജ്യമുണ്ട്. അങ്ങനെ 16,000 രാജ്യത്തിലും 13,000 പശുക്കളെ വെച്ച് ഭഗവാന്റെ അതായത് ഭഗവാന്റെ കൊട്ടാരത്തിൽ നിന്ന് ദാനം ചെയ്തിരുന്നു. അപ്പോൾ ഈ ദാനത്തിന്റെ എക്സ്ട്രീം ഫോമാണ് ഭഗവാൻ. അപ്പം അത്രയ്ക്ക് ദാനശീലനാണ് ഭഗവാൻ. അപ്പോൾ ഈ പത്മപുരാണത്തില്, അതായത് പത്മപുരാണത്തിൽ പറയുന്ന ഒരു കാര്യം നമ്മൾ പറയുന്നത്, ഞാൻ പറഞ്ഞു ഭഗവാൻ അത്ര ക്ഷമയുണ്ടായിരുന്നു, ഭഗവാന് ധൈര്യമുണ്ടായിരുന്നു, ഇതുപോലെ ദാനശീലം ഉണ്ടായിരുന്നു. അപ്പോൾ പത്മപുരാണത്തിൽ അതായത് ഈ പാപങ്ങളെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്ത് പാപം ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അതായത് നമ്മൾ എന്ത് പാപത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും സംഭവിക്കാന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് തോന്നും ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുന്നതെന്ന്. അതായത് ഗരുഡ പുരാണത്തിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ചില ആളുകൾക്കൊക്കെ ഈ തീപ്പൊള്ളലേൽക്കും, അല്ലെ, ഭയങ്കര ക്രിട്ടിക്കലായിട്ട് വളരെ വലിയ സീരിയസ് ആയിട്ടൊക്കെ തീപ്പൊള്ളലേൽക്കും. എങ്ങനെയാണ് അവർക്ക് ഈ തീപ്പൊള്ളലേൽക്കുന്നതിൻ്റെ ഒരു റീസൺ പത്മപുരാണത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും, അതായത് തൊട്ടു മുന്നത്തെ ജന്മത്തിലോ ഏതെങ്കിലും ജന്മത്തിലോ ബാക്കിയുള്ള, അതായത് ഏതെങ്കിലും ഒരു മനുഷ്യരുടെ അവരുടെ ഭവനം, അതായത് അവരുടെ വീട് കത്തിക്കുക, അതായത് വീട് അഗ്നിക്കിരയാക്കുക, അങ്ങനെ ആ വീട്ടിലുള്ള ആരുടെയെങ്കിലും മരണം സംഭവിക്കുക, അങ്ങനെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ഏതെങ്കിലും ഒരു ജന്മത്തിൽ അവർക്ക് തീപ്പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പത്മപുരാണത്തിൽ പറയുന്നുണ്ട്,
അതായത് നമുക്കറിയാം ചില ആളുകളെയൊക്കെ ഈ സർപ്പത്തിന്റെ വിഷം കാരണം മരിക്കുന്ന ആളുകളുണ്ട് അല്ലേ. എപ്പോഴാണ് അതായത് പത്മപുരാണത്തിലെ ഗരുഡ പുരാണത്തിൽ അനുസരിച്ച് നമുക്ക് സർപ്പത്തിന്റെ ആ ഒരു ഇത് വിഷം ഏൽക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ജന്മത്തിൽ നമ്മൾ ആരെയെങ്കിലും വിഷം അതായത് ആയുധം അതായത് വിഷകരമായിട്ടുള്ള ആയുധം കൊണ്ടോ ഏതെങ്കിലും വിഷം ഉപയോഗിച്ചോ അങ്ങനെ ആരെയെങ്കിലും അതായത് കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർപ്പത്തിന്റെ വിഷമേറ്റ് മരിക്കാനായിട്ട് ഏതെങ്കിലും അതായത് അടുത്ത ജന്മത്തിലോ ഏതെങ്കിലും ജന്മത്തിലോ സർപ്പത്തിന്റെ വിഷമേറ്റ് മരിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ അങ്ങനെയാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഭഗവാന്റെ കാര്യങ്ങൾ അതായത് ഈ കലകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ ഞാൻ പറഞ്ഞു ഭഗവാന്റെ ദയ. അപ്പോൾ അതിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുവാണെങ്കിലും ഭഗവാന്റെ ദയ എന്ന് പറയും. അപ്പം അതായത് ഭഗവാന്റെ ഒരു ദയയുടെ ഒരു കഥ എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പം ഈ ദുഷ്ടരായിട്ടുള്ള ആളുകൾ അതായത് ഈ കലിയുഗത്തിൽ അതായത് ഭക്തരെ അതായത് ഭഗവാന്റെ ഭക്തർ അല്ലെങ്കിൽ ഈശ്വരന്റെ ഭക്തരായിട്ടുള്ള ആളുകളെ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ലൈറ്റും കൂടെ ഒന്ന് ഓഫ് ചെയ്യുമോ? അപ്പോൾ ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ആളുകളെ അതായത് ആരെങ്കിലും അതായത് അവരെ ദ്വേഷിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ഒന്നും വേണ്ട, അവരെ എന്തെങ്കിലും മനസ്സ് വേദനിപ്പിക്കുകയോ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും കാര്യത്താൽ ഭഗവാന്റെ ഭക്തരുടെ മനസ്സ് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സുദർശന ചക്രം എപ്പോഴും റെഡിയാണ്. അതായത് നമ്മൾ വിചാരിക്കും ഭഗവാന്റെ സുദർശന ചക്രം യുദ്ധത്തിന് മാത്രമാണ് ഭഗവാൻ എടുത്തിട്ടുള്ളതെന്ന്. അങ്ങനെയല്ല. ഇപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ കണ്ണന്റെ കാര്യം എന്ന് വെച്ചാൽ കണ്ണനെ ആരെന്ത് പറഞ്ഞാലും അതായത് തുച്ഛമായ മനുഷ്യ ജന്മത്തിലുള്ള ആളുകൾ ഭഗവാനെ എന്ത് പറയുന്നതൊന്നും ഭഗവാൻ ഒരു പ്രശ്നമേ അല്ല. അതിനൊന്നും ഒരു റിയാക്ഷനും ഭഗവാൻ അതായത് നിർഗുണ പരമാത്മാവാണ്. ഭഗവാൻ അതിന് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ആളുകളെ നമ്മൾ ദ്രോഹിക്കുകയോ ദ്വേഷിക്കുകയോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഭക്തരെ നമ്മൾ ദ്രോഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ലായിരിക്കും. അതായത് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് ചിലപ്പോൾ നമ്മൾ അറിയില്ലായിരിക്കും. നിമിഷ നേരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് അതിന്റെ ഫലം ലഭിക്കും. അപ്പം ഭഗവാൻ അത്ര ദയാണ്. ഭഗവാന്റെ ഭക്തരോട് ഭഗവാൻ അത്ര കരുതലാണ്. അതായത് ഭക്തരായിട്ടുള്ള ആളുകൾക്ക് അതായത് ഭഗവാനിൽ എല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെ ഭഗവാൻ എപ്പോഴും രക്ഷിക്കും. അതായത് ഭഗവാന്റെ സുദർശന ചക്രം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതായത് എപ്പോഴാണോ ഭക്തർക്ക് ദ്രോഹം സംഭവിക്കുന്നത് ആ സമയത്ത് ഭഗവാന്റെ സുദർശന ചക്രമായിട്ട് അതായത് നമുക്ക് അപ്പൊ തോന്നും എപ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഭഗവാനോട് വളരെ അറ്റാച്ച്മെന്റ് ആയിട്ട് ഭഗവാനോട് ഭയങ്കര സ്നേഹം ഭക്തി ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾക്ക് ദോഷം വരുന്ന അല്ലെങ്കിൽ നമുക്ക് ദ്രോഹം വരുന്ന കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമേ വരില്ല. നമ്മളുടെ പ്രതികരണം അവിടെ ആവശ്യമേ ഇല്ല. ഭഗവാനാണ് അവിടെ പ്രതികരിക്കുന്നത്. ഭക്തന് വേണ്ടി എപ്പോഴും ഭഗവാൻ പ്രതികരിക്കും. അങ്ങനെ അത്രയ്ക്ക് ദയയാണ് ഭഗവാനുള്ളത്. അതുപോലെ ഭഗവത്ഗീതയിലെ ഭഗവാൻ അർജുൻ്റെ അടുത്ത് പറയുന്നുണ്ട് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് അതായത് കർമ്മം ചെയ്യൂ എന്ന് ഭഗവാൻ ഒരുപാട് അധ്യായങ്ങളിൽ അർജുനോട് പറയുന്നുണ്ട്. എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് കർമ്മം ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് കർമ്മം ചെയ്യൂ എന്ന് എന്തുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ അതായത് നമ്മൾ സാത്വികമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ രാജസികമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ താമസികമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരാൾക്കും പാപം ചെയ്യാൻ പറ്റില്ല. അതായത് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് ദോഷം വരുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരാൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു തെറ്റായിട്ടുള്ള കാര്യം ചെയ്യില്ല. ഇപ്പോഴും നമ്മൾ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ അതൊരു നല്ല കാര്യം തന്നെയായിരിക്കും എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അതായത് ഭഗവത്ഗീതയിലെ പല സ്ഥലത്തായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് എല്ലാ കർമ്മങ്ങളും നിന്റെ ചിന്തയും എല്ലാ കർമ്മങ്ങളും വാക്കും എന്നിൽ അർപ്പിച്ച് ചെയ്യൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണനെ പറ്റി ഞാനിത്രയും മുമ്പേ 16 കലകൾ കണ്ണന്റെ കാര്യം പറഞ്ഞു. ഈ 16 കലകളും അതായത് ഭഗവാൻ മനുഷ്യ ജന്മം എടുത്ത് വൃന്ദാവനത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നതാണ്. ഈ 16 കലകളുടെയും ഒറിജിനേറ്റ് ചെയ്യുന്നത് അതായത് അതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി സങ്കല്പം അതായത് പ്രകൃതി ശക്തിയായ രാധാറാണിയിൽ നിന്നാണ് ഈ 16 കലകളും വരുന്നത്.
അതായത് ഭഗവാന്റെ നൃത്തം, ഞാൻ പറഞ്ഞ പോലെ ഭഗവാന്റെ നൃത്തം എക്സ്ട്രീം ഫോമാണ്, അതിൻ്റെ അപ്പുറത്തേക്കൊരു നൃത്തമില്ല. പക്ഷേ അത് വരുന്നത് എവിടെ നിന്നാണ്? രാധാറാണിയിൽ നിന്നാണ്. അതായത് ഇതിൻ്റെ എല്ലാം ഒരു ഉറവിടം എന്ന് പറയുന്നത് രാധാറാണിയിൽ നിന്നാണ്. ഭഗവാൻ എത്ര തന്നെ നമ്മൾ കലകൾ പറഞ്ഞാലും അതിൻ്റെ ഒരുപാട് മടങ്ങ് കൂടുതൽ രാധാറാണിക്കുണ്ട്. അതായത് പ്രകൃതി ശക്തിയായ രാധാറാണിക്കുണ്ട്. അത് ഇപ്പം ഭഗവാന്റെ ഭക്തരായിരുന്നാലും രാധാറാണിയുടെ മഹത്വത്തെ പറ്റി, രാധാറാണിയുടെ തത്വത്തെ പറ്റി എപ്പോഴും മനസ്സിലാവണമെന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു പ്രഭാഷണത്തിൽ രാധാറാണിയെ പറ്റി വിശദമായി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഭഗവാന്റെ ഈ കലകളെല്ലാം, ഇതിൻ്റെ എല്ലാം ഉറവിടം രാധാറാണിയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഞാൻ 14-ാം അധ്യായമായ ഭഗവത്ഗീതയിലെ ദേവാസുര ഭാവങ്ങൾ എന്ന് പറയുന്ന അധ്യായമാണ് പറയുന്നത്. അപ്പോൾ അതിലെ ഭഗവാൻ എന്താണ് അർജുനോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ദൈവികമായ ഗുണങ്ങൾ എന്താണ്, ആസുരികമായ ഗുണങ്ങൾ എന്താണ്. അപ്പം നമ്മൾ നേരത്തെ ഈ ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞ പോലെ ദൈവികമായ ഗുണങ്ങൾ എന്താണ് എന്ന് പറയേണ്ട കാര്യമില്ല, അല്ലെ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതായത് ജീവികളോട് ദയ, മറ്റുള്ള ആളുകളോട് ദയ, അതായത് അവരോട് നമ്മൾ ദ്വേഷിക്കാതിരിക്കുക, ക്രോധമില്ലാതിരിക്കുക, മനപ്രസാദമുള്ളവരായിട്ടിരിക്കുക, ധൈര്യത്തോടു കൂടി ഇരിക്കുക. എങ്ങനെയാണ് നമുക്ക് ധൈര്യം വരുന്നത്? അതായത് ഭക്തിയിൽ പുരോഗമിക്കുമ്പോൾ അല്ലെങ്കിൽ ആധ്യാത്മികതയിൽ പുരോഗമിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ധൈര്യം വരും. അപ്പോൾ അത് ആ ഒരു ധൈര്യം അനുഭവിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഭൗതികപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും നമ്മൾക്ക് ഭയപ്പെടേണ്ട കാര്യം ഭക്തിയിൽ പുരോഗമിക്കുമ്പോൾ വരില്ല. അങ്ങനെയുള്ള ധൈര്യം, ദയ, ജീവികളോട് ദയ, തന്നെ എല്ലാവരും മാനിക്കണമെന്ന വിചാരമില്ലായ്മ. അപ്പം അതെപ്പോഴാണ് വരുന്നത്? അതായത് ചില ആളുകളൊക്കെ ഉണ്ട്, അതായത് അവരെവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് റെസ്പെക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. അപ്പം തന്നെ എല്ലാവരും മാനിക്കണമെന്ന വിചാരമില്ലായ്മ, മറ്റുള്ളവരോട് ദയ, അവരെ സഹായിക്കുക, സ്നേഹത്തോട് പെരുമാറുക, നീതി, ന്യായം, സത്യം, ഇതെല്ലാം ദൈവിക ഗുണങ്ങളാകുന്നു. ഇനി മറിച്ച് ആസുരിക ഗുണം എന്താണ്? മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുക, നീതിയില്ല, ധർമ്മമില്ല, ന്യായമില്ല, അങ്ങനെ ഏത് വിധേനയും തൻ്റെ കർമ്മം ചെയ്യുക എന്നുള്ളത് ആസുരികമായ ഗുണമാണ്. എന്നിട്ട് ഭഗവാൻ അർജുനോട് പറയുന്നു, എന്നാൽ അർജുൻ, നീ വിഷമിക്കേണ്ട, നീ ദൈവികമായ ഗുണത്തോട് ജനിച്ചവനാകുന്നു. അപ്പോൾ ഈ യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന അർജുൻ്റെ അടുത്ത് ഭഗവാൻ ആ ദേവാസുര ഭാവങ്ങൾ, ദൈവിക ഗുണം എന്താണ്, ആസുരിക ഗുണം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഭഗവാനില്ല, അല്ലെ, യുദ്ധം ചെയ്യൂ എന്ന് പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ അർജുനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ദൈവിക ക്വാളിറ്റീസ് ഉള്ള അർജുൻ ഇതൊന്നും പറയേണ്ട. അതായത് ഭഗവത്ഗീത വായിക്കുന്ന, പ്രത്യേകിച്ചും കലിയുഗത്തിൽ ഭഗവത്ഗീത വായിക്കുന്നവർക്ക് വേണ്ടി അതാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അപ്പോൾ എന്നിട്ട് ഭഗവാൻ പറയാണ്, ദൈവിക ഗുണമുള്ളവർക്ക് എന്താണ്, അവർക്ക് കിട്ടുന്ന പ്രയോജനം എന്താണ്? ദൈവിക ഗുണമുള്ളവർക്ക് മോക്ഷം, അത് അവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവുന്നു. മറിച്ച് ആസുരിക ഗുണമുള്ളവർക്ക് അവർ ബന്ധനത്തിൽ വീണ്ടും വീണ്ടും. അതെങ്ങനെയാണ്? ഭഗവാൻ പറയാണ്, ഈ ആസുരിക ഗുണമുള്ളവർ എപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രപഞ്ചം, അതായത് നമുക്കറിയാം പ്രപഞ്ചം ഒരുപാട് ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അങ്ങനെ ഈ പ്രപഞ്ചം അടിസ്ഥാനരഹിതമെന്ന് അവർ പറയും. അതായത് ആസുരിക ഗുണമുള്ളവർ, ഭഗവാൻ തന്നെ പറയാണ്, പ്രപഞ്ചം അടിസ്ഥാനരഹിതമെന്ന് പറയും. അവർക്ക് ഒന്നിനും വിശ്വാസം ഉണ്ടാവില്ല, അവർ വിശ്വാസഹീനരായിരിക്കും. അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ്? ഈ അക്രമങ്ങളൊക്കെ കാണിക്കുന്ന ആളുകൾക്ക് ഈശ്വരനിൽ വിശ്വാസം ഉണ്ടാവില്ല, ഒരു മതത്തിലും വിശ്വാസം ഉണ്ടാവില്ല. അവർക്ക് സ്വയം ഒരു എന്താ പറയുക, അഹങ്കാരം അല്ലെങ്കിൽ അഹംഭാവത്തോടെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഒരിക്കലും ഈശ്വരനിൽ വിശ്വാസമുള്ളത്, അതായത് ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഒരാൾക്ക് ഇങ്ങനെയുള്ള അക്രമങ്ങൾ കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ പറയാണ്, അവർക്ക് ഈ ജഗത്തിന് തന്നെ അടിസ്ഥാനരഹിതമാണ്, ഇത് തനിയെ വർത്തിക്കുന്നതാണെന്ന്. നമുക്കറിയാം ഒരു കാര്യവും തനിയെ വർത്തിക്കില്ല, അല്ലേ? ഇപ്പോൾ ഇവിടെ ഈ ഫാനൊക്കെ കറങ്ങും. അപ്പൊ ഇതിന് ഇലക്ട്രിസിറ്റി, അതായത് ആരെങ്കിലും ഒന്ന് സ്വിച്ച് ഓൺ ആക്കാതെ ഈ ഫാൻ കറങ്ങില്ല. അപ്പോഴാണ് ഇത്രയും ബ്രഹ്മാണ്ടങ്ങൾ, അതായത് ഒരുപാട് ബ്രഹ്മാണ്ടമുണ്ട് പ്രപഞ്ചത്തിലെ, കാര്യങ്ങളൊന്നും അടിസ്ഥാനരഹിതമില്ല എന്ന് പറഞ്ഞ് അവർ സ്വയം ഇങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവരെ പറ്റി ഭഗവാൻ എന്താ പറയാ? മരണം വരെ നീളുന്ന ചിന്തകളാൽ അവര് സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ അവർ എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു. അതായത് പ്രവർത്തിക്കേണ്ടത് എന്താണെന്ന് അവർക്കറിയില്ല, പ്രവർത്തിക്കേണ്ടത് എന്താണെന്ന് അറിയില്ല. ആസുരിക ഭാവം ഉള്ളവരുടെ കാര്യമാണ്. അവർ മരണം വരെ നീളുന്ന ചിന്തകളാണ്. പിന്നെ അവരെന്താണ് ആലോചിക്കുന്നത്? അവർ വിചാരിക്കും ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിച്ച് സന്തോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് അവരെങ്ങനെയായിരിക്കും വിചാരിക്കാം? അവർക്ക് നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ, അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് യാത്ര പോയാൽ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവർക്ക് സന്തോഷം കിട്ടുമെന്നുണ്ടെങ്കിൽ ഇന്ദ്രിയ സുഖമാണ് ഏറ്റവും വലിയ ലക്ഷ്യം, ജീവിതത്തിന്റെ പരമ ലക്ഷ്യം എന്നാണ് അവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അതായത് മനുഷ്യ ജന്മത്തിൽ നേടാനായിട്ട് അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല എന്നുള്ള ചിന്തകളാണ് അവർക്ക്. അങ്ങനെയുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത്? അങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും ഞാൻ എന്നൊരു ഭാവമാണ്. അതായത് ഭഗവാൻ പറയാണ്, എന്നാൽ അതായത് ഞാൻ എൻ്റെ പരിശ്രമം കൊണ്ട് ഞാൻ ഇത്രയും ധനം സമ്പാദിച്ചു, ഞാൻ ഇനിയും ധനം സമ്പാദിക്കും, എൻ്റെ
എൻ്റെ ശത്രുക്കളെ എല്ലാം ഞാൻ നശിപ്പിച്ചു, ഞാൻ നാളെയും എൻ്റെ ശത്രുക്കളെ നശിപ്പിക്കും, ഞാൻ വളരെ ആഢ്യനാണ്, ഞാൻ കുലീനനാണ്, ഞാൻ ജ്ഞാനിയാണ്. ഇതൊക്കെ അവർ സ്വന്തം വിചാരിക്കുന്നതാണ്. അങ്ങനെ അഹങ്കാരത്തോടെ എല്ലാം ഞാൻ എന്നിലൂടെയാണ്, അതായത് ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതായത് ഈ ഫുള്ള് ഭൂമിക്ക് തന്നെ, അതിലെ ഭൂമി മാത്രമല്ല മനുഷ്യ ലോകത്ത്, നമ്മളെല്ലാം മനുഷ്യ ലോകത്താണ്, മനുഷ്യ ലോകത്തിന് തന്നെ അടിസ്ഥാനമില്ലാന്ന് ഞാൻ എന്ന ചിന്തയിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ, അതായത് ഭഗവാൻ പറയാണ്, തൻ്റെയും മറ്റുള്ളവരുടെയും അവരവരുടെയും മറ്റുള്ളവരുടെയും ദേഹത്തിൽ എന്നെ തന്നെ ദ്വേഷിക്കുന്നു. അതായത് ഭഗവാൻ പറയണ നമ്മളുടെ അങ്ങനെയുള്ള ആളുകൾ അവരുടെ സ്വന്തം ശരീരത്തിലും മറ്റുള്ളവരുടെ ശരീരത്തിലും ഭഗവാനെ തന്നെയാണ് ദ്വേഷിക്കുന്നത്. അതെങ്ങനെയാണ്? അതായത് ആത്മാവ്, ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, അതായത് മറ്റുള്ള ആളുകളെ ദ്രോഹിക്കുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ്ലി ഭഗവാനെ തന്നെയാണ് ദ്രോഹിക്കുന്നത്. അങ്ങനെ ദ്വേഷിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ ഞാൻ വീണ്ടും ഭഗവാൻ അവരെ എന്താണ് ചെയ്യുന്നത്? അവരെ വീണ്ടും അജ്ഞാനികളുടെ ഇടയിൽ ഞാൻ ജനിപ്പിക്കുന്നു. അവർക്ക് ഒരിക്കലും പരമപദം പ്രാപ്തമാവുകയില്ല. ഈ ആസുരിക ഗുണമുള്ളവർ വീണ്ടും അജ്ഞാനികളുടെ ഇടയിലാണ് ജനിക്കുന്നത്. അവർക്ക് ഒരിക്കലും സാത്വികമായിട്ടുള്ള, അതായത് അവരെ ഇടപെടുന്ന ആളുകൾ, അവർ ജനിക്കുന്ന ഫാമിലി, അവരുടെ കൂടെ ഉള്ള ആളുകൾ ഒരിക്കലും ഒരു ഭക്തജന കൂട്ടായ്മയിലൊന്നും അങ്ങനെയുള്ള ആളുകൾക്ക് സമാധാനമായി സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം വീണ്ടും ഭഗവാൻ ഈ അജ്ഞാനികളുടെ ഇടയിൽ തന്നെയാണ് ജനിപ്പിക്കുന്നത്. അവർക്ക് എപ്പോഴും സ്വന്തം വിചാരങ്ങൾ, അതായത് ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ അൾട്ടിമേറ്റ് പർപ്പസ്. അതായത് മനുഷ്യർക്ക് അറിയില്ല. കാരണം അവർ ഈ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളത് കൊണ്ട് ആധ്യാത്മിക ലോകത്തിൽ എന്താണ്, ആത്മാവ് എന്താണ് അറിയാത്ത ആളുകൾ വീണ്ടും ഈ അജ്ഞാനികളുടെ ഇടയിൽ ജനിക്കുന്നു. അവർക്ക് പരമഗതി പ്രാപ്തമാവില്ല എന്ന് ഭഗവാൻ പറയുന്നു. എന്നിട്ട് ഭഗവാൻ അർജുനോട് പറയാണ്, നരകത്തിലേക്ക് 3 കവാടങ്ങളുണ്ട്. നരകത്തിന് 3 കവാടങ്ങളുണ്ട്. എന്തൊക്കെയാണ് നരകത്തിലേക്കുള്ള 3 കവാടങ്ങൾ? അതായത് ലോഭം, കാമം, ക്രോധം. അതായത് അമിതമായി ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പോകുന്നത് നരകത്തിലേക്കുള്ള ഒരു കവാടമാണ്. അതുപോലെ ക്രോധം, അതായത് ആവശ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ക്രോധത്തോടുകൂടി പെരുമാറുന്നത് നരകത്തിന്റെ ഒരു കവാടമാണ്. പിന്നെ ഭഗവാൻ പറയുന്നത് ലോഭം, അമിതമായ ആഗ്രഹം, എല്ലാത്തിനോടും അമിതമായ ആഗ്രഹം ഉണ്ടാകുന്നതും. ഇത് 3ഉമാണ് നരകത്തിലേക്കുള്ള 3 ദ്വാരങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ഈ 3 കാര്യങ്ങളും ത്യജിച്ചാൽ നിനക്ക് ആത്മാവിന്റെ ഉത്കൃഷ്ടിക്കായിട്ട് നിനക്ക് പ്രവർത്തിക്കാം. അപ്പോൾ എപ്പോഴാണോ ഒരു വ്യക്തി ഈ 3 നരകത്തിലേക്കുള്ള ഈ 3 ദ്വാരങ്ങളായ ഈ 3 കാര്യങ്ങൾ എപ്പോഴാണോ അവർക്ക് വിടാൻ പറ്റുന്നത്, അപ്പോഴവർക്ക് ആത്മാവിന്റെ ശ്രേയസ്സിനായിട്ട് അവർക്ക് പ്രവർത്തിക്കാം. എന്നിട്ട് ഭഗവാൻ പറയാണ്, എന്നിട്ട് അർജുനൻ പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് ഇപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണ്, ചെയ്യേണ്ടാത്തത് എന്താണ് എന്ന് നമുക്ക് കൺഫ്യൂഷൻ കാണും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്, ചെയ്യേണ്ടാത്തത് എന്താണ് എന്ന് കൺഫ്യൂഷൻ വരുമ്പോൾ നീ ശാസ്ത്രത്തിന്, അതായത് ശാസ്ത്രമാണ് അതിന് അടിസ്ഥാനം. അപ്പോൾ ശാസ്ത്രത്തിൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഭഗവാൻ അതിൽ ഉദ്ദേശിച്ചത്? ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത്? അതായത് ഓരോ ആൾക്കാർക്കും ഓരോ പർപ്പസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു കർമ്മ മേഖലയിലാണെങ്കിൽ, അപ്പം അതായത് ഒരു കർഷകൻ, അദ്ദേഹത്തിന്റെ കർമ്മ മേഖല, ആ കർഷകന്റെ ധർമ്മം എന്താണ്? അദ്ദേഹത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഈ കെമിക്കൽ, അതായത് നമുക്കറിയാം കെമിക്കൽ, പെസ്റ്റിസൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇട്ട് വെജിറ്റബിൾസ് ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നതല്ല അദ്ദേഹത്തിന്റെ ധർമ്മം. അപ്പം ഓരോരുത്തരുടെയും കർമ്മ മേഖലയിൽ ശാസ്ത്രവിധി എന്താണോ അതനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്താണ്? പ്രവൃത്തിയും അപ്രവൃത്തിയും തിരിച്ചറിയുന്നത് ശാസ്ത്രത്തിന് അനുസൃതമായിട്ടാണ്. അതുകൊണ്ട് നീ ശാസ്ത്രവിധിയെ അടിസ്ഥാനമാക്കി നീ നിന്റെ കർമ്മം ചെയ്യാൻ അർഹനാവുന്നു എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നീ എന്താണോ നിനക്ക് ചെയ്യേണ്ടത്, നിന്റെ കർമ്മം ചെയ്യാനായിട്ട് നിനക്ക് അടിസ്ഥാനമായിട്ടുള്ളത് ശാസ്ത്രവിധിയാണ്. ശാസ്ത്രത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ചിട്ടാണ് നീ കർമ്മം ചെയ്യേണ്ടത്. അപ്പോൾ ഭഗവത്ഗീതയുടെ 14ാം അധ്യായമായ ദേവാസുര ഭാവങ്ങളിൽ ഭഗവാൻ ഇതാണ് അർജുനോട് പറയുന്നത്. അപ്പോഴും അതായത് ഞാൻ എല്ലാ പ്രഭാഷണത്തിലും പറയുന്നതാണ്, ആളുകളെല്ലാവരും പറയും പുരാണത്തിൽ, അതായത് ഈ അജ്ഞാനികളായിട്ടുള്ള ആളുകൾ പറയും പുരാണത്തിൽ ശാസ്ത്രമില്ല, അതായത് ഭഗവത്ഗീതയിൽ ശാസ്ത്രമില്ല. അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടാവും അല്ലെ? നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ ഇത് കഥകൾ മാത്രമാണ്, അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അതിനകത്ത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഭഗവത്ഗീതയിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഭഗവത്ഗീതയിലുണ്ട്. അതിൽ ഭഗവാൻ അതീന്ദ്രിയ ജ്ഞാനത്തെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ അതിനൊരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, അതായത് ടിബറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ബുദ്ധിസ്റ്റ് മോങ്സ് ഉണ്ട്, ബുദ്ധ സന്യാസിമാരുണ്ട്. അപ്പൊ ഈ ബുദ്ധ സന്യാസിമാർ അവർക്ക് പല അതീന്ദ്രിയ ജ്ഞാനങ്ങൾ, അതീന്ദ്രിയ കഴിവുകളുള്ള ആളുകളാണ് ഈ ബുദ്ധ സന്യാസിമാർ.
അപ്പോൾ അതിൽ നമ്മൾ ഈ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം, അതിൽ ഡോക്യുമെന്ററീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് വെസ്റ്റേൺ ആളുകളൊക്കെ ഇവരെ പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഈ ബുദ്ധ സന്യാസിമാരുടെ അതീന്ദ്രിയ ജ്ഞാനത്തെ പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിലൊരു ഒരു ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഒരു റിസർച്ച് അവിടെ വന്നിട്ട് ഈ ഒരു ബുദ്ധ സന്യാസിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പർവ്വത നിരകളുടെ ഇടയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു, നടന്നു പോവുകയായിരുന്നു. അങ്ങനെ എത്തിയ സമയത്ത് അവരൊരു വലിയ പർവ്വതത്തിൻ്റെ അടുത്ത് വരികയും, അത് ഈ ഒരു ഡോക്യുമെൻ്ററിയാണ്, ഒരു വലിയ പർവ്വതത്തിൻ്റെ അടുത്ത് വരികയും, അപ്പോൾ ഈ പെട്ടെന്ന് ഈ ബുദ്ധ സന്യാസി, അദ്ദേഹം വളരെ യോഗിയായിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിന് അതീന്ദ്രിയ ജ്ഞാനമൊക്കെ ഉണ്ട്. ആ ബുദ്ധ സന്യാസി പെട്ടെന്ന്, അതായത് കണ്ണടച്ച് നിന്ന്, ഒരു കാലിൽ ഇങ്ങനെ കണ്ണടച്ച് നിന്ന് പെട്ടെന്ന് അദ്ദേഹം പറന്ന് വായുവിനേക്കായി വേഗത്തിൽ പർവ്വതങ്ങളിലേക്ക് സഞ്ചരിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഈ അതീന്ദ്രിയ ജ്ഞാനം ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നിൽക്കുന്ന സമയത്താണ് ഈ ആസുരിക സ്വഭാവമുള്ള ആളുകൾ, വിഡ്ഢികളായിട്ടുള്ള ആളുകൾ, ഇന്ദ്രിയ സുഖമാണ് ഏറ്റവും വലുത് എന്ന്. അപ്പോൾ ഈ ബുദ്ധ സന്യാസിമാരെ പോലുള്ള ആളുകൾ എന്താണ്, സന്യാസിമാർ, യോഗികൾ, ഇവരൊക്കെ ചെയ്യുന്നത് പരബ്രഹ്മത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പരബ്രഹ്മത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്നും അറിവില്ല, നമ്മളുടെ വിചാരം എന്ന് പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ ബോഡിക്ക് ഇത്ര കപ്പാസിറ്റിയേ ഉള്ളൂ. അപ്പോൾ ഇത് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്. അതീന്ദ്രിയ ജ്ഞാനം എന്ന അധ്യായത്തിൽ ഭഗവാൻ അതീന്ദ്രിയ ജ്ഞാനത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പം അതുപോലെ ഈ സയൻസില്ല എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. അതായത് നമ്മളുടെ പുരാണത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേവന്മാർക്ക് അമൃത് കൊടുക്കുന്ന സമയത്ത് ഈ ദേവന്മാരുടെ കയ്യിൽ നിന്ന് അമൃത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അസുരൻ ദേവന്മാരുടെ രൂപം എടുത്ത് ദേവന്മാരുടെ കൂട്ടത്തിൽ കയറിയിരുന്നു. അപ്പോൾ എല്ലാവർക്കും അമൃത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അസുരനും കിട്ടി അമൃത്. അപ്പോൾ അദ്ദേഹം ദേവന്മാരുടെ രൂപത്തിലാണ് വന്നിരുന്നിട്ട് അമൃത് മേടിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അമൃതിൻ്റെ കുറച്ച് തുള്ളികൾ ഭൂമിയിലേക്ക് വീണു. അമൃതിൻ്റെ കുറച്ച് തുള്ളികൾ ഭൂമിയിലേക്ക് വീണ, ആ ഭൂമിയിലേക്ക് അമൃതിൻ്റെ തുള്ളികൾ വീണ സ്ഥലത്ത് നിന്ന് ഒരു ചെടി വന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ ഉള്ളി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കഥ പുരാണത്തിലുണ്ട്. അപ്പം ഈ ഉള്ളി നമുക്കറിയാം, അതായത് നമ്മളുടെ ശാസ്ത്രവിധി, മുമ്പേ പറഞ്ഞ പോലെ ശാസ്ത്രവിധി അനുസരിച്ച് ഈ ഉള്ളി എന്ന് പറയുന്ന സാധനം, അതായത് വെജിറ്റബിൾ, നമ്മളങ്ങനെ ഹ്യൂമൻ ബോഡി കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തും അതും നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത്, അതായത് ടൈംസ് ഓഫ് ഇന്ത്യ ആണെന്ന് തോന്നുന്നു, ടൈംസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ ടുഡേയുടെ ഒരു ആർട്ടിക്കിളിനകത്ത് അതുപോലെ തന്നെ ഒരു റിസർച്ച് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഉള്ളി, വെളുത്തുള്ളി പോലുള്ള ഇത് കഴിക്കുന്ന സമയത്ത് എന്താണ് നമ്മളുടെ ബോഡിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള പഠനം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉള്ളി, വെളുത്തുള്ളി പോലുള്ള ഈ വെജിറ്റബിൾസ് കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ ആൻസൈറ്റി, അതായത് നമുക്ക് ഭയങ്കരമായ ടെൻഷൻ, വെപ്രാളം, അതുപോലെ ഡിപ്രഷൻ, ദേഷ്യം, ഇങ്ങനെയുള്ള ഭാവങ്ങൾ ഒക്കെ വരാൻ, ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഉള്ളി, വെളുത്തുള്ളി എന്ന് പറയുന്ന കെമിക്കലിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഈ ദേഷ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ റേസ് ആവുന്ന സ്വഭാവം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുക, അങ്ങനത്തെ ഉള്ള സ്വഭാവങ്ങളൊക്കെ ആസുരിക ഗുണങ്ങളാണെന്ന് ഭഗവാൻ ഓൾറെഡി പറയുന്നുണ്ട്. ഈ ആസുരിക ഗുണങ്ങൾ കൂടുതലാക്കി നമ്മളുടെ ബ്രെയിനിൽ വരുത്തുന്ന ഒരു ഇതാണ് ഉള്ളി, വെളുത്തുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉള്ളി, വെളുത്തുള്ളിക്ക് അങ്ങനെ ഒരു കഥ, അത് ഭൂമിയിൽ ഉണ്ടായത് തന്നെ അസുരന്റെ കയ്യിൽ നിന്ന് അമൃത ഭൂമിയിലേക്ക് വീണപ്പോൾ, തുള്ളികൾ വീണപ്പോൾ, അവിടെ നിന്നാണ് ഈ ഉള്ളി, വെളുത്തുള്ളി പോലുള്ള ഇത് ഉണ്ടായതെന്ന് പറയുന്നു. അപ്പോൾ ഈ ശാസ്ത്രമില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മളുടെ പുരാണത്തിൽ പറയുന്ന പല കാര്യങ്ങൾക്കും അതായത് എല്ലാത്തിനും ശാസ്ത്രമില്ലാത്ത ഒരു കാര്യങ്ങളും പറയുന്നില്ല. അതായത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയാം, ബാക്കി അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ശാസ്ത്രമല്ല, ഇതിന് അടിസ്ഥാനമില്ല എന്ന് പറയാനായിട്ടുള്ള അവകാശം നമുക്കില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ഇവിടെ നിർത്തിയാണ്. അതായത് നമുക്ക് ഭഗവാനിൽ ഭക്തി ഉള്ളപ്പോൾ, അതായത് ഭഗവാനിൽ നിന്ന് ഭഗവാന് 3 തരത്തിലുള്ള കൃപയാണ് മനുഷ്യരോടുള്ളത്. അതായത് കൃപ, അതികൃപ, അതിഹരികൃപ എന്ന് വെച്ച്, കൃപ എന്ന് പറയുമ്പോൾ അതായത് ഭഗവാന്റെ ഏറ്റവും വലിയ കൃപ നമ്മളോട് ഉണ്ടായതാണ് നമുക്ക് മനുഷ്യ ജന്മം ലഭിക്കുക എന്നുള്ളത്. അതായത് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് മനുഷ്യ ജന്മം ലഭിക്കുന്നത്. അതിൽ ഭഗവാന്റെ ഏറ്റവും വലിയൊരു കൃപയാണ് നമുക്ക് മനുഷ്യ ജന്മം കിട്ടി എന്നുള്ളത്. അപ്പോൾ അത് കൃപ. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള കൃപ എന്താണ്? ഹരികൃപ. അപ്പോൾ ഹരികൃപയല്ല, അതികൃപ. അതികൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യ ജന്മം കിട്ടി. അപ്പോൾ നമ്മുടെ മനുഷ്യ ജന്മത്തിൽ നമുക്കൊരു സാത്വികനായിട്ടുള്ള ഒരു ഗുരു ഉണ്ടാവുക എന്നുള്ളതാണ് അതികൃപ എന്ന് പറയുന്നത്. സാത്വികം, അങ്ങനെയുള്ള ഒരു ഗുരുവിനെ ലഭിച്ച ആൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അതായത് അവർക്ക് ആധ്യാത്മിക ജ്ഞാനം, ഭാഗവത കഥകൾ, ഭഗവത്ഗീത, അങ്ങനെ പുരാണങ്ങൾ, ഇതൊക്കെ പകർന്നു കൊടുത്ത്
ഭഗവാന്റെ, അതായത് ഈശ്വരന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ഗുരുവിനെ കിട്ടുക, അതായത് ജീവിതത്തിൽ ഒരു ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത് ഭഗവാന്റെ അതികൃപയാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ രീതിയിലുള്ള ഭഗവാന്റെ കൃപയാണ്, മനുഷ്യരോടുള്ള കൃപയാണ് അതിഹരി കൃപ. അതിഹരി കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീരാഭായിയുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്, അതുപോലെ കുറൂറുമ്മയുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഭഗവാനിൽ, അതായത് ഭഗവാനിലേക്ക് എത്തുക, ഭഗവാനിൽ അലിഞ്ഞു ചേരുക എന്നുള്ളത് നമ്മളുടെ ജീവിതവ്രതമായി മാറാൻ അങ്ങനെയുള്ള, അതായത് നമ്മൾ ആദ്യം നമുക്ക് മനുഷ്യ ജന്മം കിട്ടി, പിന്നീട് നമുക്കൊരു ആധ്യാത്മിക ഗുരുവിനെ കിട്ടി. ഗുരു ആരുമാവാം, അതായത് ചിലപ്പോൾ അമ്മയാവാം, അല്ലെങ്കിൽ നമ്മളുടെ ടീച്ചർ തന്നെ ആവാം, അല്ലെങ്കിൽ ആരുമാവാം ഗുരു. നമ്മൾ വായിച്ച് കിട്ടുന്ന അറിവ് അങ്ങനെ കിട്ടിയ ഒരു ഗുരു ആവാം. അപ്പോൾ ആ ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിത ലക്ഷ്യം ഭഗവത് പ്രാപ്തി ആണ് നമ്മളുടെ ജീവിത ലക്ഷ്യം എന്ന് ആവുമ്പോഴാണ് അതിഹരി കൃപ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ 3 തരത്തിലാണ് ഭഗവാന്റെ കൃപ ഉണ്ടാകുക: കൃപ, അതികൃപ, അതിഹരി കൃപ. അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഒരു കുറൂറമ്മയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ഗുരുവായൂർ ഒരു സ്റ്റോറി കൂടെ പറയാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ സ്റ്റോറിക്ക് പല വേർഷൻ ഉണ്ട്. അതിലൊരു കഥ ഇതാണ്. പണ്ട് ഗുരുവായൂർ, അതായത് ഗുരുവായൂർ അമ്പലം പണ്ടായിരുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിലെ പുറത്തുള്ള ഒരു കടയിൽ കുറച്ച് കുട്ടികൾ, കുറച്ച് ഉണ്ണികളും കുറച്ച് ചെറിയ ബോയ്സ്, അവരെപ്പോഴും, ഇതിന് പല വേർഷൻ ഉണ്ട്, ഇതിലൊരു വേർഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലവർ, ആ കുട്ടികൾ എപ്പോഴും അവർക്ക് വിശക്കുന്ന സമയത്ത്, കളിച്ചിട്ട് അവർക്ക് വിശക്കുന്ന സമയത്ത് ഈ കടയിൽ നിന്ന് അവർ പഴം മോഷ്ടിക്കും. ഒരുപാട് പഴമൊന്നും മോഷ്ടിക്കത്തില്ല, അവർ ഇങ്ങനെ പഴം മോഷ്ടിച്ചിട്ട് എല്ലാവരോടും ഷെയർ ചെയ്ത് കഴിക്കും. അപ്പോൾ ഈ കുട്ടികൾ അവർക്ക് വിശന്നിട്ടാണ് ചെയ്യുന്നത്, കളിച്ചിട്ട്, ചെറിയ കുട്ടികളാണ്, കുഞ്ഞു പിള്ളേരാണ്, അവരാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവരെല്ലാ ദിവസവും ഈ പഴം മോഷ്ടിച്ചിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗം ഭഗവാനെ സമർപ്പിക്കും, അതായത് ഗുരുവായൂരപ്പന് കൊടുക്കും, ഒരു ഭാഗം ഗുരുവായൂരപ്പന് കൊടുക്കും. അങ്ങനെ ഇത് സ്ഥിരമായപ്പോൾ ഒരു ദിവസം ഇത് കണ്ടുപിടിച്ചു, അതായത് ആ കടയിലെ ആളിത് കണ്ടുപിടിക്കുകയും അവരെ പിടിക്കപ്പെട്ടു. അങ്ങനെ അവരെ പിടിക്കപ്പെട്ടിട്ട് അവിടെയുള്ള ഗുരുവായൂരുള്ള ആളുകൾ എല്ലാവരും കൂടെ അവർക്കൊരു ശിക്ഷ കൊടുത്തു. അവരോട് പറഞ്ഞു, ഗുരുവായൂർ അമ്പലത്തിന്റെ ചുറ്റും എത്രയോ ഒരു, അതായത് പൂജ നടക്കുകയാണ് അകത്ത്. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിന്റെ, നിങ്ങളുടെ ശിക്ഷ എന്താന്ന് വെച്ചാൽ അമ്പലത്തിന് ചുറ്റും എത്രയോ ഒരു റൗണ്ട് നിങ്ങൾ ഓടണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ കുട്ടികൾ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അമ്പലത്തിന് ചുറ്റും അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പൊ അവർ കുറച്ച് റൗണ്ട്സ് ആയി. അപ്പം ഈ പുറത്ത് നിൽക്കുന്ന ആളുകൾ നോക്കിയപ്പോഴത്തേക്കിന്, അതായത് ഒരു 3-4 കുട്ടികളെയാണ് അവരതിന് പിടിക്കപ്പെട്ടത്. 3-4 കുട്ടികളാണ്. ഈ 3-4 കുട്ടികളാണ് അതിന് പിടിക്കപ്പെട്ടത്. അപ്പൊ അവരിങ്ങനെ ഓടുന്ന സമയത്ത് ഈ പിടിക്കപ്പെട്ട കുട്ടികളുടെ കൂടെ ഒരു ഉണ്ണിയും കൂടെ ഓടുന്നതായിട്ട് കണ്ടു. അപ്പൊ എക്സ്ട്രാ ഒരാളും കൂടെ ഓടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പൂജ ചെയ്തിരിക്കുന്ന മേൽശാന്തി, ആ സമയത്ത് പൂജ ചെയ്തിരിക്കുന്ന മേൽശാന്തിക്ക് ഇങ്ങനെ ഒരു അശരീരി കേൾക്കാണ്, ഞാൻ വന്നിട്ടേ നട തുറക്കാവൂ എന്ന് ഒരു അശരീരി കേട്ടു മേൽശാന്തി. ഒരു മേൽശാന്തി അശരീരി കേൾക്കാണ്, ഞാൻ വന്നിട്ടേ നട തുറക്കാവൂ എന്നൊരു അശരീരി മേൽശാന്തി കേട്ടു. അപ്പൊ മേൽശാന്തി, അകത്തിരിക്കുന്ന മേൽശാന്തിക്ക് ഒന്നും മനസ്സിലായില്ല പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇങ്ങനെ ഒരു അശരീരി മാത്രമേ കേട്ടുള്ളൂ. മേൽശാന്തിക്ക് ഇത് കേട്ടത് കൊണ്ട് നട തുറക്കാനും ഒരു ഇതില്ല. അങ്ങനെ നട തുറക്കാനിരുന്നപ്പോഴത്തേക്കിന് പുറത്ത് നിന്ന ആളുകൾ എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുറച്ച് ഉണ്ണികൾ അവർ ഓടുന്നുണ്ടായിരുന്നു. ഓടുന്നതിന്റെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ ഒരു ഉണ്ണി. അപ്പൊ അവർക്ക് ആ കുട്ടിയെ അറിയില്ല, ഒരു കുട്ടിയും കൂടെ ഓടുന്നുണ്ട്. അപ്പോൾ ഈ ശിക്ഷയെല്ലാം കഴിഞ്ഞിട്ട് ഈ ഉണ്ണി കൂടെ ഈ കുട്ടികളെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിന് ഇവര് നോക്കിയപ്പോഴത്തേക്കിന് ഒരു എക്സ്ട്രാ ഒരു ഉണ്ണി കൂടെ ഓടുന്നുണ്ട്. അപ്പൊ അവരെ ശിക്ഷ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, മതി, ഇനി നിങ്ങളുടെ ശിക്ഷ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ കുട്ടിയെ അറിയാമോ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഉണ്ണിയല്ല ഇതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഈ സംഭവം നടന്നു കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ മേൽശാന്തിക്ക് അവിടെ അകത്ത് മണിയടിക്കുന്ന ശബ്ദം കേൾക്കുകയും മേൽശാന്തിക്ക് മനസ്സിലായി, ഭഗവാൻ ഇപ്പോൾ നട തുറക്കാൻ പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ നട തുറക്കുകയും ചെയ്തു. അപ്പോൾ അന്നേരം ആ സമയത്ത്, അന്നത്തെ ദിവസം, അതായത് അത് തുറക്കുന്നതിന്റെ ആ ഒരു ദിവസം, ഈ പറയുന്ന ആ കടക്കാരൻ അന്ന് അയാൾക്ക് സ്വപ്നത്തിൽ ദർശനം വന്നതാണ്. ഉണ്ണികൾ പഴം മോഷ്ടിച്ച സമയത്ത് അതിന്റെ ഒരു ഭാഗം ഞാനും കഴിച്ചിരുന്നു, അതായത് അവർ എനിക്കും അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും അവരുടെ കൂടെ ശിക്ഷിക്കപ്പെടാൻ ഞാനും അർഹനാണെന്ന് ഗുരുവായൂരപ്പൻ വന്ന് സ്വപ്നത്തിൽ പറയാണ്. അപ്പോൾ ഭഗവാൻ ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക്, ഭഗവാനോട് നമുക്ക് അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് വരുമ്പോൾ, സ്നേഹം വരുമ്പോൾ ഭഗവാൻ നമ്മളോടും ലീലകളൊക്കെ ചെയ്യും. ഭഗവാന്റെ ലീലകൾ, അതായത് ഭക്തിയിൽ പുരോഗമിക്കുമ്പോഴാണ് ഭഗവാൻ നമ്മളോട് ലീലകളൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ ഒരു പ്രഭാഷണം ചെയ്യാനായിട്ട് അവസരം ഉണ്ടായത്, അനുഗ്രഹം കിട്ടിയതിന് ഞാൻ ഭഗവാനോട് വീണ്ടും നന്ദി പറയുന്നു, രാധാറാണിയോട് നന്ദി പറയുന്നു. എന്നെ ഇത്രയും നേരം വളരെ ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാ ഭക്തജനങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. ഭഗവത്ഗീത പറയുമ്പോൾ അല്ലെങ്കിൽ പ്രഭാഷണം പറയുമ്പോൾ അതിൽ തെറ്റുകൾ ഉണ്ടായിരിക്കാം. ഞാൻ എൻ്റെ ബുദ്ധിക്കും എൻ്റെ അറിവിനും പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റുകളുണ്ടെങ്കിൽ ഭഗവാൻ എന്നോട് ക്ഷമിക്കണം, എന്നെ കേൾക്കുന്ന ഭക്തർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുന്നു. ഹരേ കൃഷ്ണ, രാധേ രാധേ.